ചോറും മീലിൽ 2 ദിവസം മുന്നേ ഉണ്ടായ ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. CCTV വീഡിയോ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ഇതിനെ നമ്മൾ ന്യായീകരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ആരെടുത്താണ് തെറ്റിയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെ പറ്റിയല്ല നമ്മൾ സംസാരിക്കാൻ വന്നുള്ളത്. ഒരുപാട് പോസ്റ്റിലെ കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കട പൂട്ടിക്കണം, അത് തച്ച് പൊളിക്കണം, എങ്ങനെയെങ്കിലും നമ്മളൊക്കെ അത് പൊളിച്ചടക്കിയിട്ടേ പറ്റൂ. എന്തൊക്കെ കമൻറ്റുകളാടാ, നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ? അയാൾ എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് പറയാ ആ ഒരു ഇതിലെത്തിച്ചിക്കണ്. ഈ പൂട്ടികളെന്നൊക്കെ പറഞ്ഞവര് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഇട്ടിട്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരണം. എന്നിട്ട് അവനാന്റെ ഷോപ്പിന് ഇങ്ങനെ ആൾക്കാർ പറയുമ്പോ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് അത് പറയാനൊരു മനസ്സാക്ഷി ഉണ്ടല്ലോ. നിങ്ങളെ കടയിൽ കച്ചവടം ഇല്ല വിചാരിച്ചിട്ട് അത് വേറെ ആളെ കടമൊക്കെ ഇടല്. അയാള് റിസ്ക് എടുത്ത് അത്രയും ഫെയിമിൽ എത്തിച്ചു. അത് നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ അയാൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളു. നിങ്ങൾക്ക് ആ കട തല്ലി പൊളിക്കണം എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം വെച്ചിട്ടാണ് കമന്റ് ചെയ്യണേ. അത് നടക്കൂല മക്കളെ. അയാൾ കാരണം എത്ര പൂരം പാവപ്പെട്ട ആൾക്കാർക്ക് ജോലി കിട്ടിയത്. അതെ അവിടെ എത്ര സ്റ്റാഫിന് ജോലി കൊടുക്കണേ, എത്ര ആൾക്കാർ ട്രിപ്പ് കൊണ്ടുപോയി, എത്ര ആൾക്കാർ മൂവി കൊണ്ടുപോയി, എത്ര നല്ല ഹാപ്പിനെസ് ആണ് അവിടുത്തെ ഓരോ ചേച്ചിമാരും പറയണത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ തെണ്ടിത്തരം പറയാൻ പറ്റുന്നുണ്ടല്ലോ ആ കട ഇങ്ങനെ പൂട്ടണം പൊളിക്കണം. വളർച്ച അവിടുത്തെ സ്റ്റാഫുകള് അവിടെ പറ്റി തെറ്റിനെ പറ്റിയിട്ട് ഞമ്മക്ക് അതിനിപ്പോ ഓരോരുത്താൻ തെറ്റ് ഇവരെടുത്ത് തെറ്റ അതിനൊന്നും ഞമ്മക്കറിയില്ല. അതൊക്കെ നമ്മൾ CCTV കണ്ടപ്പോ ആരെടുത്താണ് തെറ്റ് ഒന്നും ഞമ്മക്ക് മനസ്സിലാവണില്ല. അതിന് നമ്മൾ ന്യായീകരിക്കൂല. പക്ഷെ ഈ ഒരു കാര്യം കട പൊളിക്കണം പൂട്ടണം ഈ ഒരു ചിന്ത വെച്ചിട്ടാണ് നിങ്ങൾ നടക്കണമെങ്കിൽ അത് നടക്കൂല മക്കളെ. നമ്മൾ അവിടുന്ന് ചോറുന്ന ആളാണ്. അപ്പൊ ഉണ്ട ചോറിന് നന്ദി കാണിക്കണം നമ്മള്, മനസ്സിലായ? അത് ഞങ്ങൾ കാണിക്കും. കാരണം എന്താ വെച്ചാല് അവിടുത്തെ ചോറിനും ഒരു ഫുഡിനൊന്നും ഒരു മോശം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ കമന്റുകൾ കണ്ടപ്പോ ഞങ്ങൾക്ക് അത് സഹിച്ചില്ല. അപ്പൊ പറഞ്ഞത് നമ്മള്